So last class we have discussed that these are the So in the last class we have discussed these are the basic steps of calculating the income tax of a particular person, whoever may be. ആദ്യ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണം. പിന്നെ നമ്മുടെ 5 ഹെഡിലെ ഇൻകം ക്ലാസിഫൈ ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാം. വേറെ ആരുടെങ്കിലും ഇൻകം നമ്മുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യാനുണ്ടെങ്കിൽ ഓർ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇഫ് യു ആർ ഹാവിംഗ് എനി സെറ്റ് ഓഫ് ഓർ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ദാറ്റ് യു ക്യാൻ മേക്ക്. ആഫ്റ്റർ ദാറ്റ് യു വിൽ കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C തൊട്ട് 80U എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടും. നമുക്ക് എല്ലാ വർഷവും ഫിനാൻസ് ആക്ടിലാണ് എത്രയാണ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻസ് ആക്ടിലെ ആ ടാക്സ് റേറ്റ്സ് അതിന്റെ ബേസിസിൽ യു വിൽ അപ്ലൈ ദാറ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു മേ കാൽക്കുലേറ്റ് സർചാർജ്. സർചാർജ് അല്ലെങ്കിൽ റിബേറ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സെസ് കാൽക്കുലേറ്റ് ചെയ്യും. അഡ്വാൻസ് ടാക്സ് വല്ലതും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ടാക്സ് പേ. പിന്നെ ഓരോ പേഴ്സൺസിനും ടാക്സ് റേറ്റ്സിൽ ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ അത് ലാസ്റ്റ് പറഞ്ഞു. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് പറഞ്ഞത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ബേസിക്കലി ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം സ്റ്റേ ചെയ്തു എന്നും ആസ് വെൽ ആസ് ദ നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് വി ആർ ഫോളോയിങ് എ പ്രീവിയസ് ഇയർ ഓഫ് ഫ്രം 19 to 20. അതായത് ഇങ്ങനെയാണ് നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ പെർട്ടിക്കുലർ ഇയർ നമ്മൾ ടാക്സ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ ഇൻകം അസസ് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് ഓൾവേസ് 1st April 2020 തൊട്ട് 31st March 2021 വരെ ആയിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള മന്ത്സ് ആയിരിക്കും. ദാറ്റ് ഈസ് 1st April 2019 തൊട്ട് 31st March 20 വരെ. നമ്മളെ ലാസ്റ്റ് ദിവസം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ നോക്കണം, അതിന് മുന്നത്തെ പ്രീവിയസ് ഇയേഴ്സും നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ബേസിക് കണ്ടീഷൻ, ഒരു ഇൻഡിവിജ്വലിന്റെ ബേസിക് കണ്ടീഷനാണ് പറഞ്ഞത്. ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 182 days എന്ന് പറഞ്ഞു. അല്ല എങ്കിൽ ഓർ ആണ്, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോളോ ചെയ്താൽ മതി. ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ 365 days ഡ്യൂറിംഗ് ദ 4 years പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ 1920 ആണെന്ന് പറഞ്ഞു. ഈ 1920 60 days ഉണ്ടായിരിക്കണം. അതിന് മുന്നേ ഉള്ള 4 വർഷം എത്ര ദിവസം ഉണ്ടായിരിക്കണം? ഓൾ ടുഗെദർ 365 ദിവസം. അതായത് ഈ 4 വർഷവും കൂടെ എടുക്കുമ്പോൾ 365 ദിവസം എടുത്താൽ മതി. പിന്നെ മറക്കാതെ ഓർക്കണം, ഇത് ആൻഡ് ആണ്. അതായത് ഈ 4 വർഷം എടുക്കുമ്പോൾ 365 ദിവസവും ഈ ഒരൊറ്റ ഇയർ നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ 60 ദിവസം ഉണ്ടായിരിക്കണം. ബട്ട് ദിസ് 60 days ഹാസ് എക്സംഷൻ. അതായത് അവരെ സംബന്ധിച്ച്, ഈ താഴെ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് വി മേ കൺസിഡർ 182 days. ക്രൂ ഓഫ് ആൻ ഇന്റേൺഷിപ്പ്, ഇന്റേൺഷിപ്പിലെ ക്രൂ, ഫസ്റ്റ് ടൈം ആയിട്ട് എംപ്ലോയ്മെന്റിന് പോകുന്നവര്, അവർക്കൊക്കെ ഈ രണ്ടാമത് പറഞ്ഞ 60 days എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് 182 days ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് അഡീഷണൽ കണ്ടീഷൻസ് ആണ് പറയുന്നത്. അഡീഷണൽ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ 10 വർഷം ഇങ്ങനെ നമ്മൾ മുന്നോട്ടുള്ള, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ആയ 1920 മുന്നോട്ടുള്ള 10 വർഷം എടുത്താൽ 2 years ഔട്ട് ഓഫ് ദ 10 years, മൊത്തം 10 yearൽ 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾ ടുഗെദർ അടുത്ത് പറയുന്നത് പ്രിസീഡിംഗ് 7 years എടുത്താൽ 730 days ഉണ്ടായിരിക്കും. ഈ ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്ന ഇയർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, ഫസ്റ്റ് കണ്ടീഷന്റെ ഇയർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് 182 days ആണ്. എന്ന് വെച്ചാൽ ഒരാള് 182 days ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അയാൾ ആ ഇയർ അവിടെ ഉണ്ടെന്നാണ് മീൻ. ഇനി ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷെ അഡീഷണൽ കണ്ടീഷൻ ടുഗെദർലി സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞത്. പിന്നെ ഒരാളെ റെസിഡന്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഓർഡിനറിലി റെസിഡന്റ് ആവണമെങ്കിൽ ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്യണം.
ഒരാളെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെന്ന് വെച്ചാൽ വൺ ബേസിക് കണ്ടീഷൻ മാത്രമേ അയാൾ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. അയാൾ എന്ത് മീറ്റ് ചെയ്യുന്നില്ല, അഡീഷണൽ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല. ഇനി ഒരാളെ നോൺ റെസിഡന്റ് ആവുന്നെന്ന് പറയുന്ന അയാൾ ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അയാൾ എന്തായി മാറും? നോൺ റെസിഡന്റ് ആയി മാറും. നമ്മൾ അന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് 3 questions. 3 questions വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടുകയാണെങ്കിൽ ടൈം പെർമിറ്റ്സ് വി വിൽ ഡിസ്കസ്. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. ഞാനൊരു 5 minutes ടൈം തരാം, അതിനുള്ളിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടാന്ന് വിചാരിച്ചു, പക്ഷേ ഇടയ്ക്ക് വെച്ച് എൻ്റെ ലാപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു, ഒരു ചെറിയ ഇഷ്യൂ കാരണം. ഇടയ്ക്കിടയ്ക്ക് ടെക്നിക്കൽ പ്രോബ്ലം വരുന്നുണ്ട്, വേറൊരു ലാപ്പാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ഇപ്പോൾ 7:08 ഞാൻ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം 7:13 ആകുമ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം.
Okay, we can start with the first question. It stays on it. So in this question, an England cricket player comes India since 2005-6. എന്ന് വെച്ചാൽ 2005-6 പ്രീവിയസ് ഇയർ തൊട്ട് എല്ലാ വർഷവും എത്ര ദിവസം വരുന്നുണ്ട്? 120 days വരുന്നുണ്ട്. That is, that person stays in India for 120 days. എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ പ്രീവിയസ് ഇയർ എന്നാ 1920. ഈ 1920 എത്ര ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കും? സ്റ്റേഡ് ഫോർ 120 days. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? He must be in India for at least 182 days ഉണ്ടായിരിക്കണം. Whether it follows, ഇത് ഫോളോ ചെയ്യോ ഇവിടെ? ഇല്ല. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? അടുത്ത ബേസിക് കണ്ടീഷൻ, he must be in India for 365 days during the 4 years preceding the previous year. 4 year preceding the previous year എന്ന് പറഞ്ഞാൽ ഈ ഇയേഴ്സ് ആണ്. ഈ ഇയേഴ്സ് എല്ലാം കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ, അതായത് 4 വർഷം മുന്നോട്ടുള്ള 4 വർഷവും ഇതുപോലെ അയാൾ എല്ലാ വർഷവും എത്ര ദിവസം വന്നിട്ടുണ്ടായിരിക്കും? 120 days വന്നിട്ടുണ്ടായിരിക്കും. 120 വന്നിട്ടുണ്ടായിരിക്കും. അടുത്ത ഇയറും 120 days വന്നിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇയർ ഓൾസോ 120 days വിസിറ്റ് ചെയ്തിട്ടുണ്ട്. So all together add ചെയ്ത് 480 days ഉണ്ടായിരിക്കും. 120 into 4, 480 days. Preceding 4 previous years എത്ര ദിവസം വന്നിട്ടുണ്ട്? 480 days വന്നിട്ടുണ്ട്. കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലേ? നമ്മൾ എന്താ പറഞ്ഞേ? He should be in India for at least 365 days. മിനിമം 365 ഉണ്ടായിരുന്നു. എക്സീഡ് ചെയ്യുന്നുണ്ട്, തീർന്നില്ല ആ കണ്ടീഷൻ. ആൻഡ് 60 days ഇൻ ദ പ്രീവിയസ് ഇയർ. 60 അല്ലല്ലോ, അതിൽ കൂടുതലില്ലേ? 120 വന്നിട്ടില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 120 days വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞ ഇത്രയാണ്. മുന്നോട്ടുള്ള 4 വർഷം എടുത്ത് നോക്കുമ്പോൾ 365 ദിവസം ഉണ്ടായിരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഏതാണോ പ്രീവിയസ് ഇയർ ആ വർഷം 60 ദിവസമെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ 120 days ഉണ്ട്. പിന്നെ മുന്നോട്ടുള്ളത് നോക്കുമ്പോൾ 480 ഉണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? He has satisfied the first basic condition. Sorry, second basic condition. Second basic condition satisfied. Second condition satisfied. So we can move to the additional condition. Additional condition എന്താ പറഞ്ഞേക്കുന്നത്? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതായത് മുന്നോട്ടുള്ള 10 years നോക്കുമ്പോൾ, that is out of the 10 years preceding the previous year, 2 years he should be in India. 2 years എന്ന് പറയുന്നത് മിനിമം ഒരു ലിമിറ്റ് പറയുന്നില്ല. 2 years ഉണ്ടായിരിക്കണം. ബട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫോർ ദ ടാക്സ് പർപ്പസ് വി ക്യാൻ കൺസിഡർ ദാറ്റ് 1 year as 182 days. അങ്ങനെ മിനിമം 182 ഉണ്ടെങ്കിലേ ഒരു വർഷം ഉള്ളൂ എന്നല്ല പറയുന്നത്. 1 year can be treated as 182 days. അയാള് 10 years എടുക്കുമ്പോൾ 2005 തൊട്ട് വരുന്നുണ്ട്. എല്ലാ വർഷവും 120 days ഉണ്ട്. അപ്പൊ എല്ലാ ഇയറും അയാൾ ഉണ്ടല്ലോ. He is coming to India for visit on every year for 120 days. അപ്പോൾ he satisfied the first additional condition. First additional condition satisfied ആണ്.
ഇനി അടുത്ത് നോക്കാം 7 പ്രീവിയസ് ഇയർ. ശ്രദ്ധിച്ചു നോക്കണം, 7 പ്രീവിയസ് ഇയർ. അപ്പൊ ഈ ഓരോ 7 വർഷമൊന്നും എഴുതണ്ട. പ്രിസീഡിങ് 7 ഇയേഴ്സ് എന്നോട്ടാ വിസിറ്റ് ചെയ്യുന്നത്? 2005 തൊട്ട് 2006 ആ പ്രീവിയസ് ഇയർ തൊട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ ആയ 1920 വരെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കുള്ള 7 ഇയേഴ്സ് അയാൾ എന്തായാലും ഉണ്ട്. ഏകദേശം 14 ഇയേഴ്സോളം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ വർഷവും എത്ര ദിവസമാണ്? 120 ഡേയ്സ്. സോ 120 ഡേയ്സ് ഇൻറ്റു 7, 7 വർഷം, 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. You will get how many days? It is 840 days. Here. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 730 ഡേയ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ 7 വർഷം എടുത്ത് നോക്കുമ്പോൾ 840 ഉണ്ട്. അപ്പൊ ആ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലേ? അപ്പോൾ ഇവിടെ ഇയാൾക്ക് ഏതൊക്കെ കണ്ടീഷൻ മീറ്റ് ആയി? സെക്കൻഡ് ബേസിക് കണ്ടീഷൻ മീറ്റ് ആയി, ബോത്ത് ദ അഡീഷണൽ കണ്ടീഷനും മീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ആളുടെ പേര് മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സ് is ordinarily resident in India for the assessment year. ഇങ്ങനെ എഴുതുന്നതിനാണ് മാർക്ക്. For the assessment year 2021, since he satisfies the second basic condition. Short ആയിട്ട് എഴുതുന്ന second basic condition and both the additional conditions. The first additional condition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he must be in India for 2 years. 10 years എടുക്കുമ്പോൾ 2 years ഉണ്ടാവണം എന്ന് വെച്ചാൽ അർത്ഥം 365 ദിവസം ഇരുന്നാലേ അയാള് ഇന്ത്യയിൽ ഉണ്ടാവൂ എന്നല്ല. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 1920 എടുക്കുക, അതിന് മുന്നേ ഉള്ള ഇയർ ഏതാ? 1819 അയാൾ 365 ഡേയ്സ് ഉണ്ടാവണം എന്നല്ല അർത്ഥം. ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കണം. അത് ഇപ്പൊ ഈ ഇയർ എന്ന് പറയുന്നത് നമുക്ക് 182 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഹി ഓർ ഷീ ഷുഡ് ബി പ്രസന്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ 365 ഡേയ്സ് ഇൻ ഇയർ ഉണ്ടെങ്കിലേ അയാൾ ആ ഇയർ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിഫറെന്റ് ആണ്. അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, ഞാൻ ഇപ്പൊ പറയാം. നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. അപ്പൊ ഒരു ഇയർ ഒരു ഇയർ 120. ഞാൻ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ 1 ഇയറിൽ 182 ഡേയ്സ് ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ അല്ലെ. 182 ഡേയ്സ് ആണ് ഒരു ഇയറിൽ അയാൾ ഉണ്ടെന്നുള്ളതിന് പറയുന്നു. പക്ഷെ ഇവിടെ 120 വെച്ച് ഹി ഈസ് കമ്മിങ് ഓൺ എവറി ഇയർ, എല്ലാ ഇയറും വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ വരുമ്പോൾ ഇൻ ടോട്ടൽ, അതായത് മൊത്തം 2 ഇയേഴ്സിൽ 10 ഇയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് നോക്കുമ്പോൾ ഹീസ് ദയർ. അതായത് 10 ഇയേഴ്സും നമ്മൾ 120 ഡേയ്സ് അയാൾ വെച്ച് വരുന്നതായിട്ട് വന്നാൽ ഇറ്റ് ഈസ് നിയർലി 1200 ഡേയ്സ് അയാൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മറിച്ച് കണ്ടീഷൻ നോക്കിയാൽ ഒരു വർഷം എന്ന് പറയുന്നത് 182 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 182 ഇൻറ്റു 2 ആണല്ലോ നമുക്ക് മിനിമം വേണ്ടത്. 364 മതി. പക്ഷെ ആ 364-ൽ ഹീസ് ഇയർ ഫോർ 1200. പിന്നെ ടോട്ടൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നാൽ മതി, അത് 365 ദിവസം ആവണമെന്നില്ല. അത്രയേ ഉള്ളൂ ആ കണ്ടീഷൻ.
അതെ, ഞാൻ വേറെ പിന്നെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞില്ല. ഒരാള് മിനിമം, അതായത് ഏറ്റവും കുറഞ്ഞത് എത്ര ദിവസം ഉണ്ടായിരിക്കണം? നമ്മൾ ഈ എല്ലാ കണ്ടീഷനും കൂടെ നോക്കുമ്പോൾ ഗോ ത്രൂ, ഇവിടെ ആകുമ്പോൾ 182 ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അടുത്തതിലാവുമ്പോൾ മിനിമം എത്ര മതി? 60 മതിയല്ലോ. അപ്പൊ ഈ 60 അയാൾ വന്നു കഴിഞ്ഞാൽ ഹി ഈസ് ഫുൾഫില്ലിംഗ് ദിസ് കണ്ടീഷൻ. ശ്രദ്ധിച്ച് കേൾക്കുക ഈ സംഭവം. ഒരാൾ 182 ഡേയ്സ് വന്നാൽ ഹി ഈസ് റെസിഡന്റ് ആണ്. ഓർഡിനറിലി ആണോ നോട്ട് ഓർഡിനറിലി ആണോ രണ്ടാമത്തെ കേസ്. കാരണം ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താലേ ഒരു വ്യക്തി എന്താവുള്ളൂ? റെസിഡന്റ് എങ്കിലും ആവുള്ളൂ. ബേസിക് കണ്ടീഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ ആ പേഴ്സണെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്ത് കളയും? യു വിൽ കൺസിഡർ ദാറ്റ് പേഴ്സൺ ആസ് എ നോൺ റെസിഡന്റ്. റെസിഡന്റ് ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് രണ്ടാമത് അത് വിടാം. ഒരാൾ റെസിഡന്റ് ആവണമെങ്കിൽ ആദ്യത്തേല് പറഞ്ഞേക്കുന്ന 182 ആണ്. രണ്ടാമത്തേൽ പറഞ്ഞേക്കുന്ന 365 പ്രിസീഡിങ് പ്രീവിയസ് ഇയർ ആണ്. അത് നമ്മൾ നോക്കണം. നമ്മുടെ പ്രീവിയസ് ഇയറിൽ എത്ര മതി? 60. ഇയാൾ ആ മിനിമം മീറ്റ് ചെയ്യുന്നില്ലേ ഇവിടെ? ആ 60 ഡേയ്സ് എന്നുള്ള മിനിമം അയാൾ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അയാൾ നോൺ റെസിഡന്റ് അല്ല. അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദ മിനിമം ഡേയ്സ് ഓഫ് സ്റ്റേ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 60 ആണ് ടു ബി എ റെസിഡന്റ്. റെസിഡന്റ് ആവാൻ ആ 60 ഇല്ലെങ്കിൽ അയാൾ എന്തായി മാറിപ്പോവും? അതായത് ആ 60 ദിവസവും അയാൾ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ അയാൾ ഫുൾഫിൽ ആവില്ല. നമ്മൾ പറഞ്ഞു, ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാത്ത മനുഷ്യനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? നോൺ റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ? അപ്പൊ മിനിമം നമ്മൾ 60 ദിവസം ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Okay, thank you. Moving to the next question. ഒരു സ്പെഷ്യൽ കേസാണ്. നമുക്ക് ഫോർത്ത് വൺ ചെയ്തിട്ട് തേർഡ് വൺ ചെയ്യാം. The third question, X left for Japan 2016 പോവാണ് ഇന്ത്യ വിട്ട് ജപ്പാനിലോട്ട്. പതിനഞ്ച് വർഷം ഇന്ത്യയിലുണ്ടായിരുന്നു. അതായത് ജപ്പാനിലോട്ട് പോകുന്നതിന് മുന്നേ 15 years he was in India. 31st August തിരിച്ചെത്തി നമ്മുടെ പ്രീവിയസ് ഇയറിൽ. Determine his residential status. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് അയാള് നമ്മുടെ പ്രീവിയസ് ഇയർ എഴുതാം. ആദ്യം 2019 April 1 തൊട്ട് 2020 March 31. ഇത്രയും ഡേയ്സ് ആണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ഇയാൾ വന്നേക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ആണ്. അപ്പൊ ഓഗസ്റ്റ് കഴിഞ്ഞ് ഇയാൾ ഏതൊക്കെ മന്ത് ഇന്ത്യയിലുണ്ട്? സെപ്റ്റംബർ, പിന്നെ അയാളുള്ളത് ഒക്ടോബറിലുണ്ട്, പിന്നെ ഹി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് നവംബർ, ഡിസംബർ. അത് ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ഡേയ്സ് കൗണ്ട് ചെയ്തെടുക്കാറ് എത്ര ദിവസം ഉണ്ടായിരുന്നു. ജാനുവരിയിലുണ്ട്, ഫെബ്രുവരി, ആൻഡ് ഈസ് ഓൾസോ ഇൻ മാർച്ച്. നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ. നിങ്ങൾ പണ്ട് കുഞ്ഞിലൊക്കെ പാട്ടൊക്കെ പഠിക്കൂലേ, എത്ര ഡേയ്സ് ഉണ്ടെന്നുള്ളത്? ആ പാട്ടൊക്കെ ഓർത്താൽ നിങ്ങൾക്ക് ഇത് ഫിൽ ചെയ്യാൻ പറ്റും. സെപ്റ്റംബറിൽ 30 days, October 31, November again 30, 31, January again 31. ശ്രദ്ധിക്കുക, 2020 is a leap year. So there will be 29 days in February.
ആൻഡ് മാർച്ചിൽ 31 days. Count these days, total ചെയ്ത് നോക്കുക. One, 213 days. Correct ആണ്. അതായത് 16 213 days. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ 182 മതി. അയാള് 31st August കെയിം ബാക്ക് ഓൺ 31st August കൺസിഡർ ചെയ്യാം. 31st August കൂടെ കൺസിഡർ ചെയ്യാം. ഓഗസ്റ്റിൽ ഒരു ദിവസം കൂടെ ഉള്ളതായിട്ട്. പക്ഷെ അത്ര ഡെപ്ത് നോക്കണമെന്നില്ല. നമ്മൾ അത് കഴിഞ്ഞ് അയാളുടെ അറൈവലിന് ശേഷമുള്ള ഡേറ്റ് വിട്ട് അയാൾ സ്റ്റേ ചെയ്തുള്ളൂ. കാരണം ചിലപ്പോൾ രാത്രി 11:59 വരുന്നതെങ്കിൽ അത് അടുത്ത ദിവസം ആയല്ലോ. അപ്പോൾ പൊതുവെ അറൈവൽ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുക്കുള്ളൂ. അത്ര ബ്രിമ്മിൽ നിൽക്കുന്ന കേസൊന്നും വരാറില്ല. വേണമെങ്കിൽ എടുക്കാം ഒരു ദിവസം കൂടെ. നമ്മളിപ്പോ ജസ്റ്റ് ആ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ മോർ ദാൻ 182 ഉണ്ട്. ഇപ്പൊ ചോദിച്ച പോലെ ഓഗസ്റ്റ് കൂടെ എടുത്താൽ 214 ആവും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ 182 ഡേയ്സ് ഉണ്ടോന്നാണ്. ഫുൾഫിൽ ചെയ്തല്ലോ. അപ്പൊ സെക്കൻഡ് വൺ നോക്കണ്ട ഇനി. ബേസിക് കണ്ടീഷൻ ക്ലിയർ. കഴിഞ്ഞതിൽ ആ 182 ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്തത്. ഇനി മൂവിങ് ടു ദി അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത് പ്രിസീഡിങ് 10 years 2 years ഉണ്ടായിരിക്കണം. 10 years ഇയാള് 10 years മിനിമം 60 days എങ്കിലും ഉണ്ടോ നോക്കാം. അതായത് ലെഫ്റ്റ് ജപ്പാൻ ആഫ്റ്റർ സ്റ്റേയിങ് 15 years. മാർച്ച് 2016 പോകുന്നത്. അപ്പൊ 10 years എടുക്കുമ്പോൾ എന്തായാലും ഉണ്ടായിരിക്കും. അതായത് മുന്നോട്ടുള്ള 10 വർഷത്തില് 2 വർഷം എടുക്കുമ്പോൾ മിനിമം ഓഫ് 60 എങ്കിലും ഉണ്ടായിരിക്കും. 365 വേണമെന്ന് പറയുന്നില്ല. മിനിമം നമുക്ക് എന്തായിട്ട് എടുക്കാം? 68 എടുക്കാം. പിന്നെ 182 ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. അയാൾ ആ മുഴുവൻ ഇയർ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. എന്താണ്? 2 years out of the 10 years preceding the previous year is satisfied. 730 days. 7 preceding previous year എടുക്കുമ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. 7 preceding previous year. നമ്മൾ ഓൾറെഡി ഇവിടെ 4 എഴുതിയിട്ടുണ്ടായിരുന്നു. 4 previous year. സെവൻ പ്രീവിയസ് ഇയറിൽ ഈ എക്സ് എന്ന് പറയുന്ന ആള് പോകുന്നത് മാർച്ച് 2016 അപ്പൊ 15-16 മാർച്ചിൽ പോവാണ്. കുറച്ച് ദിവസം അതിലില്ലാതെ ഉള്ളൂ. തിരിച്ചെത്തിയത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ. അപ്പൊ ഇത്രയും വർഷം ഇല്ലായിരുന്നു. നോട്ട് ഇൻ ഇന്ത്യ ആയിരുന്നു. ഇല്ല, ഈ അസസ്മെന്റ് ഇയേഴ്സിലൊന്നും ഇല്ല. പിന്നെ വീണ്ടും നമുക്ക് മുന്നോട്ട് എഴുതാം. മൊത്തം 7 years എഴുതി. ഈ മാർച്ചിലെ ഡേറ്റ് ഞാൻ മാർച്ച് 15 പോകുന്നത്. അതുവരെ ഉണ്ടായിരുന്നു. ഈ വർഷം ഇന്ത്യയിൽ ഇല്ല. ഈ 7 വർഷം എടുത്തപ്പോ നമ്മുടെ കണ്ടീഷൻ പറയുന്നത് ഔട്ട് ഓഫ് ദ 7 years
730 എങ്കിലും ഉണ്ടായിരിക്കണം. 730. ഇവിടെ മാർച്ച് 15 വരെ നിന്നിട്ടാ പോയേക്കുന്നത്. അപ്പൊ നിയർലി എത്ര ഡേയ്സ് ഇന്ത്യയിൽ ഇല്ലാതെ ഉള്ളൂ? ഒരു 16 ഡേയ്സ് ആ വർഷം ഇല്ലാതെ ഉള്ളൂ. മാർച്ച് 15 എന്ന് പറയുമ്പോൾ 31 അല്ല, അപ്പൊ 16 ഡേയ്സ് ഇല്ലാതെ ഉള്ളൂ. 15 പോയാലും നമ്മൾ 14 പേരുണ്ടെന്ന് പറഞ്ഞാലും 14 വരെ ഉള്ളതുപോലെ എടുത്താല് he is not in India only for not in India for 16 days ആണ്. ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ആ വർഷം. പിന്നീടുള്ള എല്ലാ ദിവസവും ഇവിടെ തന്നെ ആയിരുന്നു. 15 വർഷം ഇവിടെ നിന്നിട്ടാ പോയത്. അപ്പം 365 ഉണ്ടായിരുന്നു, ഇവിടെയും 365 ഉണ്ടായിരിക്കും. 365 വരുമ്പോ തന്നെ എത്രയായി? 730 ആയില്ലേ? അപ്പോ he satisfies the second basic condition also. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കൺക്ലൂഷൻ എഴുതാം. Mr. X is ordinarily resident for the assessment year 2021 since he satisfies the first basic condition and both the condition. അതെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു നമ്മൾ എഴുതണം. അതും എഴുതാം വേണമെങ്കിൽ. ഇവിടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തു? he has stayed ഇങ്ങനെ എഴുതണം. നമ്മൾ അതിന് റീസൺ ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ്: he satisfied the first basic condition as he stayed for more than 182 days. 182 ഡേയ്സിനേക്കാൾ ഉള്ളത് കൊണ്ട് ആദ്യത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എഴുതാം. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷനിലെ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ 7 years ഉണ്ടാവണം എന്നുള്ളതാണ്. അതും ഇതുപോലെ നമുക്ക് എഴുതാം. he has satisfied. അപ്പോൾ ഓരോന്നിന്റെയും നമ്മൾ എഴുതാം. അഡീഷണൽ കണ്ടീഷൻ എന്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തു, ബേസിക് എന്തുകൊണ്ട് എഴുതി, എന്നിട്ട് വേണം ലാസ്റ്റ് ഫൈനലി നമ്മുടെ കൺക്ലൂഷൻ എഴുതാം. ക്ലിയർ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Okay. Moving to the next question. Sri Amitabh Bachchan, an Indian citizen, went to America on 1st April 2019 for film shooting. വർഷത്തിന്റെ തുടക്കം, നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ തുടക്കം ഫിലിം ഷൂട്ടിങ്ങിന് പോയി അദ്ദേഹം. Due to ill health, he had stayed there just after shooting. He came back to India. തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിനെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് 25th സെപ്റ്റംബർ. 25th സെപ്റ്റംബർ തൊട്ട് അദ്ദേഹം ഉണ്ട് ഇന്ത്യയിൽ.
25th സെപ്റ്റംബർ തൊട്ട് 31st മാർച്ച് വരെ ഉണ്ട്. മാർച്ച് വരെ ഇല്ല, വീട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ പറ്റില്ല. വായിക്കാം മുഴുവൻ. 25th സെപ്റ്റംബർ 2019 തൊട്ടുണ്ട്. He had again go to, അപ്പോൾ 8ാം തീയതി വീണ്ടും പോവാണ്. അപ്പോൾ 7ാം തീയതി വരെ എന്തായാലും ഇതുണ്ട്. 7th December 2019 and returned India. വീണ്ടും തിരിയുന്നുണ്ട്. അപ്പോൾ 15th February 2020 returned India. വന്നു, പിന്നെ പോണ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ആ വർഷം, നമ്മുടെ വർഷം തീരുന്നത് വരെ ഇവിടെ ഉണ്ട് എന്നാണ് മീനിങ്. തിരിച്ചു പോകുന്നില്ല. എത്ര ഡേയ്സ് ഉണ്ടെന്ന് നോക്കും ഇത്രയും ടൈം പീരീഡിന് ഇടയ്ക്ക്. ഇപ്പോൾ സെപ്റ്റംബറിൽ 25 തൊട്ടാണ്, 30 ഡേയ്സ് ആണ്. അപ്പോൾ ആ മാസം 6 ഡേയ്സ് 25 തൊട്ട് കൗണ്ട് ചെയ്താൽ 25 തൊട്ട് 30 വരെ 6 ഡേയ്സ്. ഓൾറെഡി അറിയാം ഒക്ടോബറിൽ 30 ഡേയ്സ് ആണ്. അടുത്തത് നവംബർ 30. ഡിസംബറിൽ നോക്കുക, ശ്രദ്ധിക്കണം, അതിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. 7 വരെ 7 ദിവസമാണ്. 13 + 61 74 ഡേയ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എലമെന്റ് പറയാം. ഫെബ്രുവരി 15 തൊട്ട് ഇന്ത്യയിലുണ്ട്. ഫെബ്രുവരിയിൽ നമുക്ക് അപ്പോഴേ പറഞ്ഞ പോലെ 29 ഡേയ്സ് ഉണ്ട്. 15 ഡേയ്സ് ഉണ്ട്. 15th തൊട്ട് 15 കൂടെ കൗണ്ട് ചെയ്യുന്നത്. ഡിഫറൻസ് എടുത്താൽ 14 കാണുള്ളൂ, ആ 15 കൂടെ കൗണ്ട് ചെയ്യുന്നു. പിന്നെ മാർച്ചിൽ 31 ഡേയ്സ് ഉണ്ട്. അവിടെ എല്ലാം കൂടെ 46 ഡേയ്സ്. 46 പ്ലസ് നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന സമയം 74 റേറ്റ് ഇവിടെ 8th ഡിസംബർ നമ്മൾ എടുക്കില്ല. ഗോൺ എന്ന് പറയുമല്ലോ, അത് നമ്മൾ 7th ഡിസംബർ വരെ എടുക്കും. തിരിച്ചു വരുമ്പോ ആ വരുന്ന ദിവസം തൊട്ട് എടുക്കും. പോകുമ്പോ തലേന്ന് വരെ എടുക്കും. ചിലരെ അതും കൂടെ കൗണ്ട് ചെയ്തെടുക്കും. ഇറ്റ് ഈസ് ഇറലവന്റ്. നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഈ ഒരു ദിവസത്തെ വ്യത്യാസത്തിലൊന്നും ഒരാൾ റെസിഡന്റോ നോൺ റെസിഡന്റോ ആയി ഒന്നും പോകില്ല. അതുകൊണ്ട് അത് പ്രശ്നമില്ല. ചില ആൾക്കാരുടെ 2 രീതിയിൽ കൗണ്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ലോജിക്ക്. ഒരാൾ പോവാണെന്ന് പറഞ്ഞാൽ തലേ ദിവസം വരെ എടുക്കുള്ളൂ, 7th വരെ. റീച്ച് ചെയ്യാണെന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ത്യയിലുണ്ടല്ലോ, അപ്പൊ നമുക്ക് അന്ന് തൊട്ട് എടുക്കാം. കാരണം ഈ 8th ഡിസംബറിൽ പോയി എന്ന് പറയുമ്പോൾ ഏർലി മോർണിംഗേ ചിലപ്പോൾ പോവാം. മനസ്സിലായോ? അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതാണ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. അപ്പൊ മൊത്തം എല്ലാം കൂടെ എത്ര 120 ഡേയ്സേ ഉള്ളൂ, 120 ഡേയ്സ്. ഇതിനകത്ത് ശ്രദ്ധിക്കണം. ആസ് പെർ എന്താണ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു പേഴ്സണെ വെച്ച് നോക്കുമ്പോൾ ഫിലിം ഷൂട്ടിംഗ് ഈസ് ഹിസ് എംപ്ലോയ്മെന്റ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ആവില്ല. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്തായിരുന്നു? 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതെന്തായാലും ഇല്ല, ബിക്കോസ് 120 ഡേയ്സ് ഇവിടെ ഉള്ളൂ. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. നമുക്ക് അങ്ങനെ എഴുതി തന്നെ ചെയ്യിക്കാം. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ് because he is
paid in India only for 120 days. Next thing, second basic condition. അതാണ് ഞാൻ പറഞ്ഞത് 29 ആണ് ലീപ് ഇയർ. 15 മൈനസ് ചെയ്തേ 14 ദിവസം. പക്ഷെ അങ്ങനെ നമ്മൾ ഡിഫറൻസ് അല്ല എടുക്കേണ്ട, ഒരു ദിവസം കൂടെ ആഡ് ചെയ്യണം. ഈ ഡേറ്റ് വരുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ സെപ്റ്റംബർ നമുക്ക് പെട്ടെന്ന് കൗണ്ട് ചെയ്യാം. പക്ഷെ എന്നാലും നമ്മൾ സെപ്റ്റംബറിൽ ആളെന്നാ വരുന്ന 25, വെറുതെ ഒരു ഡിഫറൻസ് എടുത്ത് 25 മൈനസ് 30, 5 ദിവസമേ ഉള്ളൂ. പക്ഷെ 25 കൂടി ഉൾപ്പെടണം, 25 കൂടെ വരണം. എങ്കിൽ നമ്മൾ ഡിഫറൻസ് എടുത്തിട്ട് ഒരു ഡേയും കൂടെ ആഡ് ചെയ്യണം. അപ്പോഴേ 6 ദിവസം കിട്ടും. 30 മൈനസ് 25 ചെയ്യുമ്പോൾ 5 കിട്ടും. പക്ഷെ 25 എന്ന് പറയുന്ന ഡേറ്റും കൂടെ അയാൾ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ 1 പ്ലസ് ചെയ്യണം. അതേ കേസാണ് ആ മറ്റേ ഫെബ്രുവരിയിലെ കേസ്. ക്ലിയർ ആയി? ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പം ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ് 184 താഴെയുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he must be in India for at least 365 days out of the 4 years preceding the previous year. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 2019 അദ്ദേഹം ആദ്യമായിട്ട് പോകുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും ഉണ്ട് എന്ന് നമുക്ക് അസംഷൻ ചെയ്യാം. കാരണം വേറെ അതിന് മുന്നോട്ടുള്ള വർഷങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഹീസ് എ പേഴ്സൺ, നമ്മൾ ഇതിനെ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് കൺസിഡർ ചെയ്യും ഫിലിം ഷൂട്ടിങ്ങിന്. ദാറ്റ് ഈസ്, ഞാൻ ടാക്സ് പഠിച്ചപ്പോൾ ആദ്യമേ പറഞ്ഞു, there are certain cases where judicial decisions of the court, as per a judicial decision of the court, the film shooting is considered to be a self-employment. ഒരാൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് ആയതുകൊണ്ട് എംപ്ലോയ്മെന്റ് പർപ്പസിനാണ് ഇവിടെ അമിതാഭ് ബച്ചൻ പോകുന്നത്. ഫിലിം ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എംപ്ലോയ്മെന്റ് പർപ്പസിന് ഒരു വ്യക്തി പോയാൽ 60 days is not applicable. That person should remain in India for a period of 182 days. അതാണ് നമ്മളിവിടെ എക്സെപ്ഷനിൽ പഠിച്ചത്. എക്സെപ്ഷൻ 182 days തന്നെ ഉണ്ടായി. അതുകൊണ്ട് എംപ്ലോയ്മെന്റ് പർപ്പസ് എന്ത് തന്നെ ആയാലും, ഫസ്റ്റ് ടൈം ആയാലും പിന്നീടുള്ളതായാലും എംപ്ലോയ്മെന്റ് പർപ്പസിനെല്ലാം എക്സെപ്ഷൻ ഉണ്ട്. ഇത് കേരള ഹൈക്കോർട്ടിൽ നടന്ന ഒരു കേസാണ്. ഇൻ ദി ഇയർ 2013 എന്നാണ് എൻ്റെ ഓർമ്മ. 2013 തന്നെ. അപ്പൊ ആ 2013 കോർട്ട് വേർഡിക്റ്റ് പ്രകാരമാണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദാറ്റ് ഇസ് അമിതാഭ് ബച്ചൻ ഷുഡ് സ്റ്റേ ഫോർ എ മിനിമം ഓഫ് 182 days. അപ്പോ ഫസ്റ്റ് ബേസിക് കണ്ടീഷനിലെ 182 സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ 182 എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യില്ല, ബിക്കോസ് 120. സോ അമിതാഭ് ബച്ചൻ ഈസ് നോൺ റെസിഡന്റ്. അതെങ്ങനെ എഴുതും? അത് എഴുതണം, അതിലാ കാര്യം. ശ്രീ Bachchan went outside for employment purpose and he was not in India for at least 180 days during the previous year. Hence, he is non-resident in India. Hence, he is non-resident in India for the previous year (1920).
അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ എഴുതാം, കുഴപ്പമില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിച്ചു. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ കൂടെ ക്വസ്റ്റ്യൻ കൂടെ എഴുതിയാൽ നമുക്ക് X is a foreign citizen. പറയും കൂടെ ചെയ്യാം. Foreign citizen since 1990, since 1998, he comes to India every year in the month of April for 105 days. Find out the residential status of X for the assessment year 2021 if question A, X is not a person of Indian origin. Question B, X was born in Pune in 1939. ഒരു കേസിൽ അയാൾ ഇന്ത്യൻ ഒറിജിനും ഒരു കേസിൽ അയാൾ ഇന്ത്യൻ ഒറിജിനും അല്ല. അതൊരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, അങ്ങനെ സമയം കൂടെ നടക്കും. ഈ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് പാർട്ട് നോട്ട് ആൻ ഇന്ത്യൻ ഒറിജിൻ, അത് ആദ്യം ചെയ്യാം. എല്ലാ വർഷവും നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പ്രകാരം ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുക. ബിക്കോസ് 182 ഡേയ്സ് ഉണ്ടായിരിക്കും. എല്ലാ വർഷവും എത്ര ദിവസമാണ്? 105 ഉണ്ടാവുള്ളൂ. ഏപ്രിൽ വരും, 105 ദിവസം കഴിയുമ്പോൾ പോകും എന്നൊന്ന് വിചാരിക്കുക. എന്തായാലും ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. It stays in India for less than 182 days. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ പറയുന്നത് 60 ഡേയ്സ് ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയർ. അത് സാറ്റിസ്ഫൈ ആവും. പ്രിസീഡിങ് 4 പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ ഓൾ ടുഗെദർ എത്ര ദിവസം ഉണ്ടായിരിക്കണം? ഓൾ ടുഗെദർ 4 ഇയേഴ്സ്. എല്ലാ വർഷവും എത്ര ദിവസം വരും? 105 into 4. 420 days.
അതാണ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഇത് എഴുതുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് എഴുതാം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ മോർ ദാൻ 365 ഉണ്ടല്ലോ, സാറ്റിസ്ഫൈഡ്. നമ്മുടെ സെക്കൻഡ് പാർട്ട്, ബേസിക് കണ്ടീഷന്റെ സെക്കൻഡ് പാർട്ട് 60 ഡേയ്സ് ഉണ്ടായിരുന്നു. സാറ്റിസ്ഫൈഡ് ആണല്ലോ. 105 ഉണ്ടല്ലോ, സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ എഴുതാം സെക്കൻഡ് ബേസിക് കണ്ടീഷൻ satisfied because he stays in India for 420 days during the 4 years preceding the relevant previous year. ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിന് മുന്നേ ഉള്ള 4 വർഷം എടുത്താൽ അവിടെ ഉണ്ട്. And stayed for more than 60 days പ്രീവിയസ് ഇയറിൽ 60 ദിവസത്തിൽ കൂടുതലുണ്ട്. ടോട്ടൽ എടുക്കുമ്പോൾ 420 ദിവസവും. എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ആ കണ്ടീഷൻ. ഇനി മൂവിങ് ടു ദി അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ എടുക്കുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് ദ 10 years, ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ പറയുന്നത് ഔട്ട് ഓഫ് ദി 10 years 2 years ഉണ്ടായിരുന്നു. ഈ 2 years എന്ന് പറഞ്ഞാൽ മിനിമം പീരീഡ് ഓഫ് എത്രയാണ്? ഞാൻ പറഞ്ഞു 60. ഇവിടെ 105 ഉണ്ട്. അപ്പോ മോർ ദാൻ 730 ഡേയ്സ് ഉണ്ടായിരിക്കും. ഇയേഴ്സിന്റെ കേസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ വാസ് സാറ്റിസ്ഫൈഡ്. Visits India for 105 days a year. ഒരു വർഷം അത്രയെങ്കിലും ആവും. നോൺ റെസിഡന്റ് ആവില്ല. നോൺ റെസിഡന്റ് അതാവില്ല. ഇനി സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനിൽ പറഞ്ഞേക്കുന്നത് 730 ഡേയ്സ് ഉണ്ടായിരിക്കും. മുന്നോട്ടുള്ള 7 വർഷം എടുക്കുന്നു. നമുക്ക് അയാൾ എല്ലാ വർഷവും വരികയല്ലേ. സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ 7 years ആണല്ലോ, പ്രൊസീഡിങ് 7 years. എല്ലാ വർഷവും 105 ഡേയ്സും വരുന്നുണ്ട്. 105 into 7. 735 days in the visit. So this is very much evident. He satisfies the second additional condition as he stayed in India for more than 730 days during the 7 years preceding the relevant previous year. അടുത്തത് നോക്കേണ്ടത് ഫസ്റ്റ്
ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, പക്ഷെ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, രണ്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഈ കേസിൽ എന്ത് പറയാം? എക്സ് ഇസ് എ ഓർഡിനറി resident for the assessment year 2021. ഈ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അയാൾ ഇന്ത്യയിൽ ജനിച്ച ആളാണ്. ഇന്ത്യയിൽ ജനിച്ച ആള്, പക്ഷെ ഇന്ത്യയിൽ ആകെ എത്ര ദിവസമേ വരുന്നുള്ളൂ? വിസിറ്റിന് വരുന്നതാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും 105 ഡേയ്സ്. അതായത് ഇന്ത്യൻ ഒറിജിൻ ആയ ഒരാള് 105 ഡേയ്സ് ഇന്ത്യയിൽ വിസിറ്റിന് വരുന്നു. ഇന്ത്യൻ ഒറിജിൻ ആണെന്നേ ഉള്ളൂ. ഈസ് എ ഫോറിൻ സിറ്റിസൺ. ഇന്ത്യയിൽ ജനിച്ച ആള് പക്ഷെ ഫോറിൻ സിറ്റിസൺ ആണ്. 105 ഡേയ്സേ വരുന്നുള്ളൂ. അപ്പോൾ ഈ കേസ് മനസ്സിലാക്കേണ്ടത്, in such a case 60 days applicable ആവില്ല. 60 days is not applicable. That person should be in India for minimum 182 days of that. എങ്കിലേ അയാൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ? റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ഫോറിൻ സിറ്റിസൺ ഇന്ത്യയിൽ ജനിച്ച ആള് ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും അയാളെ നമ്മൾ റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അത് ഇന്ത്യൻ ഒറിജിൻ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അതായത് ഈ എക്സെപ്ഷൻ. എംപ്ലോയ്മെന്റിന് വേണ്ടി ചിലപ്പോൾ അയാൾ വിദേശത്ത് പോയതായിരിക്കാം, എംപ്ലോയ്മെന്റ്, അത് പറയുന്നില്ല. പക്ഷെ ഇന്ത്യൻ സിറ്റിസൺ ആണോ അയാള്, അല്ല മീൻസ് ഇന്ത്യൻ ബോൺ ആണോ, ഇന്ത്യയിൽ ജനിച്ച ആളാണ്, ഫോറിൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാ, പക്ഷെ ആ എക്സെപ്ഷനിൽ പറയുന്ന പോലെ 182 ഡേയ്സ്. മേ ബി എംപ്ലോയ്മെന്റിന്, ഇവിടെ ജനിച്ചിട്ട് അവിടെ പോയ ഒരാളെന്ന് പറയുമ്പോൾ അയാൾ എംപ്ലോയ്മെന്റിന് പോയതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അതായത് വിസിറ്റിന് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഈസ് എ നോൺ റെസിഡന്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണം. He came to India for a visit. He was not in India for at least 182 days during the previous year. Hence, he is non-resident for the assessment year 2020. ഇപ്പൊ ലാസ്റ്റ് സംഭവിച്ചത്, ഇവിടെ ജനിച്ചിട്ട് അയാൾ ഇന്ത്യയുടെ പുറത്ത് പോയത് മേ ബി ഫോർ എംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു അസംപ്ഷന്റെ ബേസിസിലാണ് അങ്ങനെ എഴുതിയത്. അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഒറിജിൻ ആയത് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഉള്ള ഡിഫറൻസ് ക്വസ്റ്റ്യൻ്റെ എടുത്ത് ചോദിച്ചത്. അടുത്ത ദിവസം നമുക്ക് ഇൻസിഡൻസ് ഓഫ് ടാക്സ് പഠിക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇന്ന് രണ്ടാമത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലിന് മാത്രമല്ല ഇങ്ങനെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരും. ബാക്കി ഏവർക്കും കണ്ടുപിടിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യണം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ്. Okay.